നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. വെട്ടുകിളികളെ പോലെ നടിമാരുടെ പിന്നാലെ നടക്കുന്ന യൂട്യൂബർമാർ എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ നാറികളെന്നാണ് പറയാൻ. ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കാറുണ്ട്. ഇപ്പം ഞാനും മുഴുവൻ സമയ യൂട്യൂബറാണല്ലോ, ആ കാറ്റഗറിയിലാണല്ലോ എന്നെ അറിയുന്നത് എന്ന് അതാലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ നാണം തോന്നാറുണ്ട്. യുവമാർ കാണിക്കുന്ന ഭംഗത്തരങ്ങളും പൊങ്ങച്ചങ്ങളും അലവലാതിത്തരങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാനും അതിലാണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ സ്വയം സമാധാനിക്കും. ഞാൻ ഒരുത്തിയുടെയും പിന്നാലെ ഒരു ഫോണും പിടിച്ച് ചായ കുടിച്ചോ ചേച്ചി, സാരി മാറ്റിയോ ചേച്ചി, മറ്റവനെ നല്ല 4 തെറി പറ ചേച്ചി എന്നൊന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഞാൻ നടക്കുന്നില്ല. അതുകൊണ്ട് എന്നാലും ഞാൻ പറയുന്നു, ഒരു ശല്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ വെട്ടുക്കിളികൾ. ഇപ്പോൾ ഈ വെട്ടുകിളികളെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, സത് സ്വഭാവത്തിൻ്റെ മൂർത്തരൂപമായ മലയാള സിനിമയിലെ ഒരു സീരിയൽ അമ്മാവി നടി മുഖ്യമന്ത്രിക്ക് വീഡിയോയിലൂടെ പരാതി കൊടുത്തിരിക്കുന്നു. അങ്ങനെയും കൊടുക്കാമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തെല്ലാം നമ്പറുകളെന്ന് ആലോചിച്ച് നോക്കൂ. മേക്കപ്പൊക്കെ അഴിച്ചു മാറ്റി തേങ്ങി കരഞ്ഞുകൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. 30-40 യൂട്യൂബർമാർ എൻ്റെ പുറകെ നടന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് അവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ഞാനും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ കരഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു പരാതി അയച്ചിരിക്കൂ. അങ്ങെങ്കിലും എന്നോടൊപ്പം നിൽക്കൂ. അത് കേൾക്കേണ്ടത് അവസ്ഥ. ചിലപ്പോൾ മുഖ്യമന്ത്രി ചാടി ഇറങ്ങും. ആരവിടെ, എൻ്റെ കൊച്ചിനെ കരയിച്ചതാര്, അവളൊരു പെണ്ണല്ലേ, അവളെ കരയിക്കാമോ, പിടിയവനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുമായിരിക്കും. പക്ഷെ അങ്ങേർക്ക് അറിയില്ലല്ലോ ഈ കരഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്ന സ്ത്രീയുടെ ഗുണവധികാരം. ഫസ്റ്റ് കക്ഷിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞ് തന്നെ വീണ്ടും പറയുന്നു, ഒരു ശല്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ വെട്ടുക്കിളികൾ. എയർപോർട്ടിലൊരു ബാഗും തൂക്കി നിൽക്കുന്ന മലയാളത്തിലെ ഐശ്വര്യ റായ് ചേച്ചി ഗൾഫിൽ പോയിട്ട് എന്ന് വരും, അത് തീരുമാനിച്ചിട്ടില്ല. അവർ 20 ദിവസമാണ് ചോദിച്ചത്. ഒരു ഹോട്ടലിനെ പറ്റി ചർച്ച ചെയ്യാനാണ്. ഇവളാര് പളക്കെടുത്ത് പോകാത്ത ഇവളാണ് ചർച്ച ചെയ്യാൻ പോണേ. കേട്ടാൽ തോന്നി MBA കാരിയാണെന്ന്. മാർക്കറ്റിങ്ങും HR ഒക്കെ എടുത്തൊരു MBA കാരിയാണ് ഈ പോണേന്ന് തോന്നും. ഞാനൊരു 10 ദിവസം അനുവദിക്കും. കാരണം ഞാൻ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഏറിയാൽ 15 ദിവസം. 15 ദിവസത്തെ ബുക്കിങ്ങേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ബാക്കി 5 ദിവസം കൂടെ ഏവനെങ്കിലുമൊക്കെ ബുക്ക് ചെയ്താൽ ഞാൻ 20 ദിവസം കഴിഞ്ഞ് വരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. പറയണ കേട്ടാൽ അംബാനിയുടെ അദാനിയുടെയൊക്കെ എന്താ പറയുക, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതുപോലെ ഗൾഫിൽ ചെന്ന് മലയാളികൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഹോട്ടൽ തുടങ്ങേണ്ടത് എങ്ങനെ, ഹോട്ടൽ വിജയിപ്പിക്കേണ്ടത് എങ്ങനെ, ബാറിൽ ഡാൻസ് കളിപ്പിക്കേണ്ടത് എങ്ങനെ, ഓരോരുത്തരുള്ള വിറ്റെടുക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെ ചർച്ചയ്ക്ക് പോകണമെന്ന് തോന്നുന്നു പറയണ കേട്ടാൽ. ഒരു പുല്ലുമല്ല, ശരീരം വിൽക്കാൻ പോകുന്നതാണ്. അതിൻ്റെ പുറകെ ഈ വെട്ടുക്കിളികൾ ഇങ്ങനെ എങ്ങനെ അറിയുന്നു എന്നാണ് ഞാൻ. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ ചെന്ന് ഇവർ കുത്തിയിരിക്കുമായിരിക്കും രാവിലെ മുതൽ. ആരെങ്കിലും ഒരു ഇര വന്ന് ചാടും, വന്നിറങ്ങുകയോ വന്ന് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരുത്തിയെ പിടിക്കാതെ പറഞ്ഞായിരിക്കും പോയിരിക്കുന്നത്. എന്നാലും കഷ്ടമാണ് കേട്ടോ ഈ പയ്യന്മാരുടെ കാര്യം. അവിടെ പോയി കുത്തിയിരിക്കണ്ടേ എയർപോർട്ടിൽ. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഇവരെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. ഇവരെങ്ങനെയൊക്കെ അറിയുന്നുണ്ട്, അതാണ് പ്രശ്നം. ഈ വെട്ടുകിളികളെ നിലയ്ക്ക് നിർത്തി എൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഒരമ്മാവി നടി മുഖ്യമന്ത്രിക്ക് കണ്ണീരിൽ കുതിർന്ന പരാതിയായി വീഡിയോയായി പരസ്യമായി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം സൈബർ സെല്ലിന് കൈമാറി വന്നിരിക്കേണ്ട, വേറെ പണിയില്ല എന്ന് വിചാരിച്ചാൽ നല്ലത് അദ്ദേഹത്തിന്. സ്ത്രീ ശാക്തീകരണം എന്ന ഒറ്റ ചിന്തയിൽ ജീവിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ പരാതി കണ്ടിട്ട് കരഞ്ഞോണ്ട് സൈബർ വിങ്ങിനെ വിളിച്ചിട്ട് 900 സൈബർ കുറ്റങ്ങൾ ചെയ്യുന്ന വെട്ടുക്കിളികളെ പൊക്കാൻ ഓർഡർ ഇടുകയോ ഈ അമ്മായിയെ പിടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്നൊക്കെയാണ് എൻ്റെ ആശങ്ക. അതും ചെയ്തോളയും, അതാണ് പ്രശ്നം. കാരണം അദ്ദേഹം സ്ത്രീ ശാക്തീകരണമാണല്ലോ പ്രധാന മുദ്രാവാക്യം. ജനപിന്തുണ കൂടാൻ ഈ അമ്മായി നടി പറഞ്ഞ പരാതിയിൽ കയറി പിടിക്കണം എന്നെങ്ങാനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ബുദ്ധി ഉദിക്കുമോ അല്ലെങ്കിൽ തോന്നിക്കളയുമോ എന്ന പേടി സത്യമായും എനിക്കുണ്ട്. ആരാ ഈ അമ്മായി? കുറച്ച് പുറകിലേക്ക് പോവാം. ഞാൻ മദ്രാസിൽ ചെല്ലുന്ന
കാലം ഊഴത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. പിന്നെ പുറപ്പാട്, എഴുന്നള്ളത്ത്, കാവടിയാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾക്ക് പോയി, വെണ്ടർ ഡാനിയൽ. അപ്പോൾ ഞാൻ മദ്രാസിൽ പോയാൽ കോടമ്പക്കത്തുള്ള ഉമ്മാൽ ലോഡ്ജിലാണ് എനിക്ക് റൂം തരാറ്. നല്ല മുറി തരും. അവിടെയാണ് എൻ്റെ പൊറുതി. ഒരുപാട് സിനിമാക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും സിനിമയിലെ ടെക്നീഷ്യന്മാർ, മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർ ഏറെക്കുറെ. അവിടെ വെച്ചാണ് ലാൽ ജോസിനെയും ദിലീപിനെയൊക്കെ ഞാൻ ആദ്യമായി കാണുന്നത്. സന്ധ്യ ആവുമ്പോൾ എല്ലാ സന്ധ്യയ്ക്കും 2 സിനിമാക്കാർ എന്നും ഉമ്മയിൽ വരും. സിനിമാക്കാർ എന്ന് പറയുമ്പോൾ അഭിനയിക്കുന്നവരെന്ന് വിചാരിക്കണം, ശബ്ദം കൊടുക്കുന്നവരാണ്. മമ്മൂട്ടിക്ക് ആദ്യമായി ശബ്ദം കൊടുത്ത ആൾ എന്നതിലാകണം വന്നവരിൽ ഒരാളെ ചൂണ്ടി പറയുമ്പോൾ അതിശയത്തോടെ ഞാൻ അയാളെ നോക്കിയിരുന്നുണ്ട്. മമ്മൂട്ടിക്ക് ആദ്യമായി ശബ്ദം കൊടുത്ത ആൾ, ഞാൻ അതിശയത്തോടെ അയാളെ നോക്കി ഇരുന്നിട്ടുണ്ട്. ഈ 2 പേരും ഉറ്റ ചങ്ങാതിമാരാണ്, പിരിയാത്ത ചങ്ങാതിമാർ. വെള്ളമടിച്ചാലും വ്യഭിചരിച്ചാലും ഡബ്ബിങ്ങിന് പോയാലും എല്ലാം ഒറ്റക്കെട്ടായി നടക്കുന്നവരാണ് ഇവർ 2 പേരും. ഇവർ 2 പേരും ചേർന്ന് എൻ്റെ മുറിയിൽ മണിക്കൂറുകളോളം ഇരിക്കും. എനിക്ക് ഒരുപാട് മദ്രാസിലെ നാറിയ കഥകളും നല്ല കഥകളും ഒക്കെ പറഞ്ഞു തന്ന സിനിമയുടെ ഇവർ 2 പേരായിരുന്നു. ആകപ്പാടെ എനിക്ക് നഷ്ടമെന്ന് പറയുന്നത് പോകാൻ നേരത്ത് ഒരു 100 രൂപ ഒരിക്കലും തിരിച്ചു തരാത്ത രീതിയിൽ കടം ചോദിക്കും. ഒരു 100 രൂപ വരുമോ, 2 ദിവസം തരാമെന്ന് പറയും. അപ്പോൾ നമുക്കറിയാം അത് കിട്ടില്ല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കേൾക്കും, ഒരു 100 രൂപ തരുമോ, മറ്റേ പൈസയുടെ കൂടെ തരാം. കിട്ടില്ല എന്നറിയാമെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം എനിക്ക് സിനിമാ രംഗത്ത് നിന്നും കിട്ടുന്ന അറിവ്, ഇവർ പറഞ്ഞു തരുന്ന കഥകൾ അതിശയത്തോടെ കേട്ടിരിക്കാമല്ലോ. ചാരിത്ര്യ പ്രസംഗം നടത്തുന്ന കുറേ നടികളുടെയും ഡബ്ബിംഗ് രംഗത്തെയും കഥകൾ ഇവർ 2 പേരുമാണ് എനിക്ക് ആദ്യമായി തെളിവ് സഹിതം പറഞ്ഞു തന്നത്. പേര് പറയാൻ ഒരു മടിയില്ലാത്തവരാണ്. തിരുവനന്തപുരത്തുകാരനായ, മരിക്കുന്ന സമയത്ത് കൊച്ചിയിൽ ജീവിച്ച, സിനിമാക്കാരനായത് തന്നെ പെണ്ണ് പിടിക്കാനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംവിധായകൻ്റെ വീരശൂര പരാക്രമ കഥകളും അയാൾ ഒരു ഡബ്ബിണിയെ ഉപയോഗിച്ചതും പിന്നെ ഒരിക്കൽ ഈ ഡബ്ബിണി സംവിധായകനെ പരസ്യമായി പിടിച്ചതിന് തല്ലിയതും ഒക്കെ ഞാൻ ഈ 2 പേരിൽ നിന്നാണ് ആദ്യമായി കേട്ടത്. ഇതിലൊരാൾ അവിവാഹിതനാണ്, കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു. മറ്റേയാൾ വിവാഹിതനും കുഞ്ഞുകുട്ടി പരാധീനത ഉള്ള ആളുമാണ്. ചില ദിവസങ്ങളിൽ വരുമ്പോൾ കറുത്ത നിറമാണെങ്കിലും ക്യൂട്ടായ ഒരു പെൺകുട്ടിയെ കൂടി, ഫ്രോക്കൊക്കെ ഇട്ട ഒരു പെൺകുട്ടിയും കൂടി ഇവരുടെ കൂടെ ഉണ്ടാവും. അത് ഈ പറഞ്ഞ മമ്മൂട്ടിക്ക് ശബ്ദം കൊടുത്ത ആളിൻ്റെ മകളാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ അവിവാഹിതനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ ആൾ എന്നെ വിളിക്കുന്നു, എനിക്കൊന്ന് കാണണം ദിനേശ് സാർ. അപ്പോൾ എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, വൈകുന്നേരം സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു, വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ വന്നു, കൂടെ ഒരു പട്ട് സാരി ഉടുത്ത ഒരു തടിച്ചി പെൺകുട്ടി. ഈ വന്ന് കയറിയത് മുതൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരൊരു വലിയ തടിച്ച ആൽബവുമായിട്ടാണ് ആ സന്ധ്യയ്ക്ക് എന്നെ കാണാൻ വന്നത്. അത് മേശപ്പുറത്ത് വെച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞു സാർ, ഇതാണ് വധു. അപ്പോൾ അവൾ നാണം അഭിനയിച്ച് കാണിച്ചു. എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആ വന്നയാൾ വളരെ കൂളായിട്ട് പറഞ്ഞു, സാർ തല പോയിഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട, ഇവൾ താങ്കളുടെ റൂമിൽ എന്നോടൊപ്പവും എൻ്റെ സുഹൃത്തിനോടൊപ്പം വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ വന്ന എൻ്റെ സുഹൃത്തിൻ്റെ മകളാണിത്. ഞാൻ ഞെട്ടി. ഒന്നിച്ച് മദ്യപിച്ചിരുന്ന, ഒന്നിച്ച് വ്യഭിചരിച്ചിരുന്ന, ഒന്നിച്ച് വ്യഭിചാര കഥകൾ പറഞ്ഞിരുന്ന സ്നേഹിതൻ്റെ മകൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. മകളുടെ പ്രായമേ ഉള്ളൂ. സാറിപ്പോൾ ചിന്തിക്കുന്നത് മകളായി കാണേണ്ടവളെ ഭാര്യയാക്കിയോ എന്നല്ലേ? ഇവളെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് സാറേ. ഇവക്കൊരു മുസ്ലിം ചെറുക്കനുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. സ്നേഹമെന്നാണ് പുറത്ത് പറയുന്നത്, അല്ല, അതിനപ്പുറവും ബന്ധമുണ്ടായിരുന്നു സാറേ, പ്രേമം. ഇവളുടെ അച്ഛനമ്മമാർ അത് അംഗീകരിച്ചില്ല. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സാറേ. ഇവളുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് ഇവൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഒരുപാട് കരഞ്ഞു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനിങ്ങ് വിളിച്ചോണ്ട് പോന്നു, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോന്നു. എന്തു പറയാൻ പറ്റും മറുപടി? ഞാനെല്ലാം കേട്ടിരുന്നു. സന്ധ്യ കഴിഞ്ഞതിനാൽ എൻ്റെ സ്റ്റുഡിയോയുടെ അടുത്തൊന്നും ചായ പോലും കിട്ടില്ല. ഞാൻ അക്കാര്യം തുറന്നു പറഞ്ഞു. അത് കുഴപ്പമില്ല സാർ,
താങ്കളെ എവളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നത്. പിന്നെ ഈ ആൽബവും ചുമന്നുകൊണ്ട് വന്നത് ഞാനവളെ അടിച്ചുകൊണ്ട് വന്നതല്ല എന്ന് തെളിവിന് വേണ്ടിയാണ്. സാറിൻ്റെ സുഹൃത്ത് ചിലപ്പോൾ അന്വേഷിച്ച് വരും. വന്നാൽ സാറിനോട് ഇല്ലാ കഥകൾ പലതും പറയും. അതാ ഞാൻ ഈ തെളിവുമായിട്ട് വന്നത് എന്ന്. ഞാൻ അറിയാതെ അയാളെ നോക്കി ചിരിച്ചു. അത് കണ്ട് ആ പെൺകുട്ടിയും ചിരിച്ചു. അവളുടെ ഭർത്താവിൻ്റെ മുഖത്ത് എന്നാൽ ചിരി ഉണ്ടായിരുന്നില്ല. ഇവളുടെ തന്തയെ പേടിയുള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ അവരെ ആശംസകൾ നേർന്ന് യാത്രയാക്കി. ഒരുപാട് നേരം ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം അച്ഛൻ്റെയും മകളെയും പ്രായമേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ്റെയും മകളെയും പ്രായമുള്ള നിങ്ങൾക്കറിയില്ല, ആചാര്യന്മാരായിരുന്ന നമ്മുടെ KT മുഹമ്മദും അതുപോലെ തിരുവനന്തപുരത്തൊരു നാടക എഴുത്തുകാരനും സംവിധായകനും ഒക്കെ ആയിരുന്ന ഒരാളും ഒക്കെ എന്താ പറയുക, പ്രായം ഓർക്കാതെ കല്യാണം കഴിച്ചതിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായ ആളുകളാണ്. അപ്പനാവാൻ പ്രായമുണ്ട് അയാൾക്ക്. സിനിമാ നഗരത്തിൽ ഒന്നിച്ച് കുത്തൊഴിഞ്ഞ ജീവിതം നയിച്ച സുഹൃത്തുക്കളിൽ ഒരുവൻ മറ്റവൻ്റെ മകളെ അടിച്ചുകൊണ്ട് പോയി ഭാര്യയാക്കി ജീവിക്കുക. പിന്നീട് അറിഞ്ഞത് മുസ്ലിം ചെറുക്കനുമായി പ്രണയം മാത്രമല്ല മറ്റെന്തൊക്കെയോ ബന്ധം ഈ കുട്ടിക്കുണ്ടായിരുന്നു എന്നാണ്. പ്രായപൂർത്തിയാകും മുമ്പേ തുടങ്ങിയ കലാപരിപാടികളായിരുന്നു. പറയാൻ പറഞ്ഞു, ഈ ശൈശവ വിവാഹം നടത്തിയ ആളിൻ്റെ പേര് നിർമ്മൽ എന്നായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിനായി ചെയ്ത കുടുംബവിളക്ക് മുതലുള്ള അടുപ്പമാണ് എനിക്ക് അയാളോടുള്ളത്. അതിലൊരു വലിയ വേഷം അയാൾ ചെയ്തിരുന്നു. തലസ്ഥാനത്ത് അയാൾ എത്തിയ കാലം മുതൽ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാം. കോടമ്പക്കത്ത് വച്ച് പറഞ്ഞ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കഥകളും, ഒരു കമ്പി കഥകളും തിരുവനന്തപുരത്ത് താമസം മാറ്റിയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടേയില്ല. ഇവിടെ എത്തിയപ്പോൾ എന്താണെന്നോ അയാളൊരു സ്വയം അകലം വിട്ടു. അയാളൊരു ആക്ടറും ഞാനൊരു സംവിധായകനും എന്നുള്ളൊരു ഗ്യാപ്പ് എനിക്ക് തന്നിരുന്നു. മദ്രാസിൽ നിന്നും തലസ്ഥാനത്തേക്ക് വന്നാൽ നമ്മുടെ കൽപ്പനയും ഉർവശിയും ഇവരുടെ സഹോദരൻ കമൽ റോയും അടക്കം, കമൽ റോയെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ അടുത്ത കാലത്ത് മദ്രാസിൽ വെച്ച് മരിച്ചു, അറ്റാക്ക് വന്ന്. ഇവരൊക്കെ ഈ പറഞ്ഞ പെൺകുട്ടിയും നിർമ്മലും താമസിക്കുന്ന വാടക വീട്ടിലെത്തും എടപ്പഴിഞ്ഞിയിൽ. ഹോട്ടൽ ഭക്ഷണം കഴിക്കാതിരിക്കാനാണ് വരവ്. മദ്രാസിൽ വെച്ച് ഇരു കൂട്ടരും രണ്ട് കുടുംബവുമായും നല്ല സ്നേഹിതരായിരുന്നു. ഇതിനിടയിലാണ് എൻ്റെ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നത്. ഇതറിഞ്ഞ നിർമ്മൽ എന്നെ കാണാൻ വന്നു. എൻ്റെ അഭിനയ ശബ്ദം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകില്ല സാർ. എൻ്റെ ഭാര്യയ്ക്ക് നല്ല അഭിനേത്രിയാവാൻ കഴിയും, അത് സത്യമാണ്, നല്ല നടിയാണ്, സഹായിക്കണം. ഞാൻ ഏറ്റു എന്ന് മറുപടി കൊടുത്തു. ബംഗ്ലാവിൽ അവതയുടെ കാസ്റ്റിംഗ് നടക്കുമ്പോൾ ദേവൻ്റെ അനുജനായിട്ട് അഭിനയിക്കുന്ന സുബൈർ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയും 2 മക്കളുമുണ്ട്. അവർ അമേരിക്കയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പൻ മരിച്ചു എന്നറിയുമ്പോൾ ഈ സുബൈറും ഭാര്യയും മാത്രം ബംഗ്ലാവിലെത്തും, പിള്ളേരെ കൊണ്ടുവരില്ല. ആ വേഷത്തിലേക്ക് നിർമ്മലിൻ്റെ ഭാര്യയെ വയ്ക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇക്കാര്യം നിർമ്മലിനെ വിളിച്ച് പറഞ്ഞു. സാറേ, ശരീരം കൊണ്ട് ആ ക്യാരക്ടറിന് എൻ്റെ ഭാര്യ ഓക്കെയാണ്, പ്രായം കൊണ്ട് അവൾ ചെറുപ്പമല്ലേ സാറേ. 2 മക്കളുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവൾ ടൈപ്പായി പോകില്ലേ സാറേ. ഈ സിനിമയിൽ അവരുടെ മക്കളെ കാണിക്കുന്നില്ല, അതിനാൽ എത്ര വയസ്സായി കുട്ടികൾക്ക് എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു മകളുണ്ട് ഔതയ്ക്ക്, അത് ബിന്ദു പണിക്കരാണ് ചെയ്യുന്നത്, കൊച്ചു പ്രേമൻ്റെ ഭാര്യ. ദേവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് കലാരഞ്ജിനിയാണ്. അവരുടെയും മക്കളെ ഞങ്ങൾ കാണിക്കുന്നില്ല, പറയുന്നതേ ഉള്ളൂ. സാരമില്ല, നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഞാൻ ആ വേഷം മാട്ടുപ്പെട്ടി മച്ചാനിൽ ജഗതിയുടെ ഭാര്യയായി വന്ന പ്രേമയ്ക്ക് കൊടുത്തു, തിരുവനന്തപുരത്തുകാരി പ്രേമയ്ക്ക്. പാലായിൽ അബുദ തുടങ്ങാൻ ഏർപ്പാടായി. ഒരാഴ്ചയ്ക്കകം തുടങ്ങും ഷൂട്ടിംഗ്, അല്ലെങ്കിൽ സ്വിച്ച് ഓണിന്. ഞാൻ ഇന്ന് പാലയ്ക്ക് പോവുകയാണ്. അപ്പോഴതാ നിർമ്മലിൻ്റെ ഫോൺ വരുന്നു. സാർ, എനിക്കൊന്ന് അത്യാവശ്യമായി താങ്കളെ കാണണം.
താങ്കൾ പുതിയ സിനിമ തുടങ്ങുന്നു എന്നുള്ള എല്ലാ വാർത്തയും ഞാൻ അറിഞ്ഞു. താങ്കൾ ചിത്രീകരണം പൂർത്തിയാക്കി തിരിച്ച് തലസ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ഈ ഭൂമുഖത്ത് ഉണ്ടാകും എന്നതിന് ഉറപ്പില്ല സാർ എന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് തേങ്ങി ഫോണിലൂടെ. എനിക്ക് ഈ ആരും, ഞാൻ എപ്പോഴും പറയുന്നത് കള്ളമയം പറയല്ല, ആണായാലും പെണ്ണായാലും കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചു. പറയാം. ആറ്റുകാലിനടുത്ത് ഐരാണിമുട്ടം എന്ന സ്ഥലത്ത് പകർച്ചവ്യാധികൾക്കുള്ള ഒരു സർക്കാർ ആശുപത്രി സാറിന് അറിയാമോ? ഞാൻ അറിയാം. അവിടെ ഞാനുണ്ട്. പോകുന്നതിന് മുമ്പ് ഒന്ന് വന്ന് എന്നെ കാണണം. ഞാൻ ചെന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന നിർമ്മൽ ഒരു വശം തളർന്നു മൃതപ്രായനായി കിടക്കുകയാണ്. അവിടെ കട്ടിലിനടുത്തൊരു കസേരയിൽ, ഒരു സ്റ്റൂളിൽ ഒരു 10-14 വയസ്സ് വരുന്ന ഒരു ആൺകുട്ടി ഇരിപ്പുണ്ട്. നോക്കി നിൽക്കുമ്പോൾ നിർമ്മലിൻ്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി വരുന്നു. നിസ്സംഗനായി അത് നോക്കി ആ കുട്ടിയിരിക്കുന്നു. പതിയെ നിർമ്മൽ നോർമലായി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സ്ട്രോക്കായി സാറേ. ആദ്യം അടുത്തുള്ള ആശുപത്രിയിലും പിന്നെ ഇവിടെ ഒരു പരിചയക്കാരൻ കൊണ്ടാക്കി. ഞാൻ ചോദിച്ചു, ഭാര്യ എവിടെ? അയാളൊന്ന് അറച്ചു. ഒരു വശം തളർന്ന എന്നെ ഇനി എന്തിനാ സാറേ അവൾക്ക്? അവൾ യുവത്വം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണല്ലേ സാറേ. ആഴ്ചകളോളം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഞാനുണ്ടാക്കുന്ന ഭക്ഷണം നിറയെ കഴിക്കുകയും ചെയ്ത കമൽ റോയുമായി എൻ്റെ ഭാര്യയ്ക്ക് വഴിവിട്ട ബന്ധമുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല സാറേ. ഞാൻ വീണതറിഞ്ഞപ്പോൾ അയാൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടെന്താ? അവൾ പോയി സാറേ. പരസഹായമില്ലാതെ മൂത്രം കിടന്നുകൊണ്ടൊഴിക്കാൻ പോലും ആകാത്ത എന്നെ എറിഞ്ഞിട്ട് അവൾ പോയി സാറേ. ഇപ്പോഴവർ രണ്ടുപേരും കൂടി ഹണിമൂൺ ആഘോഷിക്കുകയായിരിക്കും സാറേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ തേങ്ങി കരഞ്ഞു. കരച്ചിലിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ ഒരു നേഴ്സ് കടന്നു വന്നു. അവരെന്നോട് പറഞ്ഞു, ടെൻഷൻ കൂട്ടണ്ട, അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കും. ഞാൻ എന്തൊക്കെയോ ആശ്വാസവാക്കുകൾ നിർമ്മലിനോട് പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്യാമറാമാൻ സൂര്യ കണ്ണനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഈ കുട്ടിയാരാ? എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് സാറേ. ഈ മോനാണ് ഇപ്പോൾ എൻ്റെ ഏക ആശ്രയം. സ്കൂളിൽ പോലും പോകാതെ എനിക്ക് കൂട്ടിരിക്കുകയാണ്. നിർമ്മൽ, ഞങ്ങൾ നാളെ ആൻഡമാനിലേക്ക് പോവുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, എത്രയും വേഗം കോഴിക്കോട്ടേക്ക് പോകും. നിർമ്മലിൻ്റെ നാട് കോഴിക്കോട്ടാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവിടെ ഉണ്ടല്ലോ സഹായിക്കാൻ. നിങ്ങൾ മനസ്സ് വച്ചാൽ നിങ്ങൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകും. ഇവിടെ കിടന്നാൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകാം. നിർമ്മൽ ഒന്നും മറുപടി പറയാതെ നിശബ്ദനായി മേളിലേക്ക് നോക്കിക്കിടന്നു. ഞാനൊരു 10,000 രൂപ നിർമ്മലിന് കൊടുത്തു. ഒരു ആംബുലൻസ് പിടിച്ച് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കോഴിക്കോട്ടേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി. ഞാൻ പറഞ്ഞ പോലെ അയാൾ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു, ബംഗ്ലാവിൽ അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയുന്നു നിർമ്മൽ ഈ ലോകം വിട്ടുപോയി എന്ന്. യൂട്യൂബേഴ്സ് പിന്നാലെ നടന്ന് എന്നെ കൊത്തിപ്പറിക്കുന്നു എന്ന വീഡിയോ ഇട്ട് മുഖ്യമന്ത്രിയെ പറ്റിക്കുന്ന ഈ ഭവതിക്ക് നിർമ്മലിനെ ഓർമ്മയുണ്ടോ എന്തോ എനിക്കറിയില്ല. നല്ലവനായിരുന്നു നിർമ്മൽ. നല്ല മുഴക്കമുള്ള ശബ്ദവും മോശമല്ലാത്ത അഭിനയവും നല്ല പെരുമാറ്റവും. എന്നിട്ടും അയാൾക്കൊരു അസ്കിത വന്നപ്പോൾ പ്രായോഗികമായി ചിന്തിച്ച് കൂടുവിട്ടവളാണ് ഭാര്യ എന്ന ലേബലിൽ കുറേ കാലം അയാളെ പറ്റിച്ച് നടന്നത്. ഒരു നട്ടപ്പതിരിക്ക് സംവിധായകൻ TS സജിക്കൊരു ഫോൺ. TS സജി നിങ്ങൾക്കറിയാമായിരിക്കും. കോട്ടയം കുഞ്ഞച്ചനൊക്കെ ചെയ്ത TS സുരേഷ് ബാബുവിൻ്റെ അനുജൻ. സീരിയൽ രംഗത്ത് തിരക്കുള്ള TS സജി. അയാൾക്ക് ഒരു ഫോൺ. അയാൾ പാതിരാത്രി ഫോൺ എടുക്കുമ്പോൾ മറുവശത്ത് നിന്ന് സജി ചേട്ടാ എന്ന് വിളിച്ചു.
അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ സജിക്ക് മനസ്സിലായ ആളായിരുന്നു. എൻ്റെ താമസ സ്ഥലത്ത് നിന്നും ഇറക്കി വിട്ടു. ആര്? ഉർവശിയും കൽപ്പനയും എല്ലാം കൂടി. എന്തിന്? അവരുടെ അനുജനെ അവർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെ അവർ കൊണ്ടുപോയി. ഞാനിപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കയ്യിൽ 10 രൂപയില്ലാതെ ഈ പാതിരാത്രിക്ക് നിൽക്കുകയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കാനും തിരുവനന്തപുരത്ത് എത്താനുമുള്ള ബസ് ടിക്കറ്റിൻ്റെ പൈസ സഹിച്ചേട്ടൻ തരണം. TS സജി ഒരു ആശ്രിത വത്സലനാണ്. ഒരുപാട് പുലുവാലുകളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഭാര്യയുടെ ഒരുപാട് ശകാരവും കേട്ടിട്ടുണ്ട്. പക്ഷേ സജി പഠിക്കില്ല, പോലീസ് കേസിലും പെട്ടിട്ടുണ്ട്. എന്നാലും അയാൾ ആശ്രിത വത്സലനാണ്. തൃശ്ശൂരിലുള്ള ആരെയോ TS സജി വിളിച്ചു. അയാൾ പാതിരാത്രിക്ക് വണ്ടി എടുത്തു വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഭവതിക്ക് കാശ് കൊണ്ടെത്തിച്ചു, ബസ് കൂലി കൊണ്ടെത്തിച്ചു. 500 രൂപയാണെന്ന് തോന്നുന്നു. ആ കാശിൽ തലസ്ഥാനത്തെത്തുന്നു ഈ ഭവതി. പുതിയൊരു ജീവിതം തുടങ്ങുന്നു. അനുഭവങ്ങളിൽ നിന്നും പഠിച്ച ആ പെണ്ണ് ഇനിയെങ്കിലും നന്നാവുമെന്ന് ഞാൻ ഇക്കാര്യം സജി പറഞ്ഞപ്പോൾ മറുപടിയും പറഞ്ഞു. ഇനിയെങ്കിലും അവൾ നന്നാവട്ടെ. ഇപ്പോൾ 3 ഘട്ടമല്ലേ ആയുള്ളൂ, ഇനി നന്നാവുള്ളൂ. അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയല്ലോ അവൾക്ക്. നിർമ്മലിനെ കളഞ്ഞിട്ട് കമൽ റോയിയോടൊപ്പം പൊങ്ങിയത് തൃശ്ശൂരിലായിരുന്നു. രണ്ടിനും 10 പൈസയുടെ വരുമാനമില്ല. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നതിനിടയിൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇതേപോലെ ഒരു പാതിരാത്രിക്ക് കമൽ റോയിയെ പുറകെ കൂടി വന്ന ഒരുത്തൻ കൂടമോ ചുറ്റികല്ലോ കല്ലോ എന്തോ വെച്ച് തലയ്ക്ക് ഒരൊറ്റ അടിയടിച്ചിട്ട് തല പൊളർന്നു പോയി. നേരെ ആശുപത്രിയിലാവുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇത് ഉർവശി, കലാരഞ്ജിനി, കൽപ്പനമാരുടെ സഹോദരനാണ്. അവരെ വിവരം അറിയിക്കുന്നു. അനുജനല്ലേ. എന്തായാലും കൽപ്പനയും ഉർവശിയും ഒക്കെ ഓടി വന്നു ആശുപത്രിയിലേക്ക്. ആശുപത്രിവാസം കുറേ നീണ്ടു. പിന്നെ കമൽ റോയിയെ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അമ്മ മോനെ സംരക്ഷിച്ചു. കമൽ റോയി ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വന്നു. മലമൂത്ര വിസർജനമെല്ലാം കിടന്ന് തന്നെ. അതിൽ സഹോദരിമാർക്ക് ഒരു വിഷമവും തോന്നിയില്ല. അവർ അതെല്ലാം തൂത്ത് തുടച്ച് പരിചരിച്ചു അയാളെ. ഒരു നാൾ എന്തു കാരണം കൊണ്ടാണെന്നറിയില്ല, ഇനി മോനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് സഹോദരിമാർ ഈ അടിച്ചുകൊണ്ട് പോയ പെണ്ണിനോട് പറഞ്ഞു. അതെന്താണ് കാരണമെന്ന് എനിക്ക് കലാരഞ്ജിനോട് ചോദിക്കാമായിരുന്നു. എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ കൽപ്പനയോട് ചോദിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചില്ല. പിന്നെ പണി നന്നായി മേശരി, നാളെ ഒരു പണിക്ക് വരണ്ട എന്ന് പറഞ്ഞ കണക്ക് ഭാര്യയെ സഹോദരിമാർ ഒഴിവാക്കി. കമൽ റോയി അസുഖം ഒരുവിധം ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയപ്പോഴേക്കും തിരുവനന്തപുരത്ത് വലിയ സീരിയൽ നടിയായി മാറിക്കഴിഞ്ഞു ഈ ഭവതി. മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി. ഒരു ആൺകുഞ്ഞ് ഭാര്യയുമുള്ളവനെ ഇവൾ അടിച്ചു മാറ്റി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ കമൽ റോയ്ക്ക് ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ, ഇവിടെ വേറെ ആളായി, ഹൗസ്ഫുള്ളായി. അമൃത TV-യിൽ വിധുബാല അവതരിപ്പിക്കുന്ന കഥയല്ലിത് ജീവിതം എന്ന പരിപാടിയിൽ ഒരു എപ്പിസോഡ് ഈ അമ്മാവി നടിയുടെ എപ്പിസോഡായിരുന്നു. അത് യൂട്യൂബിൽ വലിയ ഹിറ്റായതാണ്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സീരിയൽ നടിയും ഈ ഒരു ഭാര്യയും ഒരു കൊച്ചുമുള്ള, എൻ്റെ നാട്ടിലാണ്, പാപ്പനംകോട്ടുകാരനാണ് ഈ കിഴങ്ങൻ. പുതിയ ഭർത്താവും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയും കുട്ടിയും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ നടിയുടെ പ്രകടനമായിരുന്നു ആ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. മര്യാദയ്ക്ക് ഒരു കുഞ്ഞും ഭാര്യയുമായി ജീവിച്ച അഭിലാഷ് എന്ന മരപ്പൊട്ടനെ കെട്ടിപ്പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അയാളുടെ ഭാര്യയോട് നമ്മുടെ സീരിയൽ അമ്മാവി നടി ഒരു ചോദ്യം ചോദിച്ചു ആ പ്രോഗ്രാമിൽ. നിൻ്റെ കഴിവുകേട് കൊണ്ടല്ലേടി അവൻ എൻ്റെ അടുത്ത് വന്നത് എന്ന് ഒരു മടിയുമില്ലാതെ ക്യാമറയുടെ മുന്നിലിരുന്ന് ചോദിച്ചു ആ പാവം പെണ്ണിനോട്. താടകകൾ ചിരിക്കും പോലെ ചിരിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്, അഹങ്കാരത്തോടെ. എടി നിനക്ക് കഴിവില്ല, അത് ജീവിതത്തിലാണോ കിടപ്പറയിലാണോ എന്ന് എനിക്കറിയില്ല, എനിക്കത് ഡബിൾ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ടല്ലേടി നിൻ്റെ കിഴങ്ങൻ ഭർത്താവ് എൻ്റെ കൂടെ വന്നേ, നീയല്ലേടി അപ്പോൾ പരാജയപ്പെട്ട മറ്റവളെ മറിച്ചോളെ എന്ന് പറഞ്ഞു കുറേ അങ്ങ് പറഞ്ഞു. അത് കേട്ട നാട്ടിൻപുറത്തുകാരിയായ ആ പെൺകുട്ടി ക്യാമറ ഇരിക്കുന്നു എന്ന് ഓർക്കാതെ പൊട്ടി കരഞ്ഞു. അവതാരകയായ വിധുബാല ഒന്നും പറയാനാകാതെ താടിക്ക് കയ്യും കൊടുത്ത് ഇരുന്നു പോയി. മന്ദബുദ്ധികൾ പറയും പോലെ
ഞാൻ ഇവളോട് പോകും എന്ന് പറഞ്ഞ് അയാൾ ഈ നടിയുടെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് യവനെയും ചവിട്ടി പുറത്താക്കി അടുത്ത ഇരയെ സംഘടിപ്പിച്ചു. പറയാൻ വിട്ടു, യവനെ ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പ് ഈ അമ്മാവി നടിക്ക് അവൻ ഒരു കുട്ടിയെ കൊടുത്തു, ഗർഭിണിയാക്കി. അത്രയും അവൻ ചെയ്തു. ഇതിന് പിന്നാലെ 3 പേരെയോ മറ്റോ പൊറുതിക്കായി കൂട്ടിക്കഴിഞ്ഞു ഈ അമ്മായി. ഈ മുഖ്യമന്ത്രിക്ക് കരഞ്ഞുകൊണ്ട് കണകണാന്ന് പറയുന്ന ഈ അമ്മായി അതിനിടയിലും വേറെയും 3 പേരെ കൂടെ കെട്ടി. ഇപ്പം മറ്റൊരു മരപ്പൊട്ടം വന്ന് വീണിട്ടുണ്ട് കെട്ടാനായിട്ട്. അതിൻ്റെ വർണ്ണാഭമായ സ്വപ്നം കാണുകയാണ് അത്രേ ഈ നവവധു. ഏത്? ഈ അമ്മായി കിളവി അടുത്ത് കെട്ടാൻ പോണതിൻ്റെ. എന്നിട്ട് ആ ക്യാമറ എന്നിട്ട് പറയണം, ഞാൻ വീണ്ടും കെട്ടുന്നെങ്കിൽ നിങ്ങൾക്കെന്താ, ഞാനല്ലേ കെട്ടുന്നത്. എടാ, ഓരോ കുടുംബത്തിനെയും തകർത്തിട്ടാണ് ഈ അലവലാതി കെട്ടുന്നത്, മനസ്സിലായോ? ആ ബോധം അവൾക്കില്ല. അവൾ പറയാം, ഞാൻ എത്ര കെട്ടിയാൽ നിങ്ങൾക്കെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഇത് കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് തോന്നുമെന്തോ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. മാറി മാറി 1/2 ഡസൻ പേരെ ഡാഡിയെന്നോ അപ്പനെന്നോ അച്ഛനെന്നോ അല്ലെങ്കിൽ അങ്കിളെന്നോ വിളിക്കേണ്ടി വന്ന ഹതഭാഗ്യനായ ആ മോനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ അമ്മ കെട്ടിയോനെ മാറ്റും അല്ലെങ്കിൽ കളയും. എന്നിട്ട് ഫ്രഷായിട്ട് അടുത്ത ഒരുത്തനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വേദന, നിൻ്റെ തള്ള പിന്നെയും കെട്ടിയോടാ എന്ന് കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരിഹാസ്യം, ഇതൊന്നും ഈ പരട്ട തള്ളച്ചി ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇങ്ങനെ ചുരിദാർ ഉരുന്ന ലാഘവത്തിൽ കൂടെ വന്നൊട്ടുന്നവന്മാരെയൊക്കെ കെട്ടാതെ ഉപേക്ഷിക്കുമായിരുന്നു. ഔദ്യോഗികമായി 6 എണ്ണവുമായി പൊറുതി നടത്തി പിരിച്ചുവിടുകയോ അവന്മാർ ഓടിത്തള്ളുകയോ ചെയ്യുമ്പോഴേക്കും 7-ാമൻ വന്ന് ചാരിക്കിടക്കുകയാണ് ഹണിമൂൺ തുടങ്ങാനായിട്ട്. ഈ നാട്ടിൽ അത്രയ്ക്കും സ്ത്രീക്ഷാമമുണ്ടോ? ഒരു തരി പൊന്നിട്ട് 1 സെൻറ്റ് വസ്തു കൊടുത്ത് കെട്ടിച്ചു വിടാൻ ത്രാണിയില്ലാതെ വീടിനുള്ളിലെ കൗമാരവും യൗവനവും ഒക്കെ തളച്ചിട്ട് അകാല വാർദ്ധക്യം ബാധിച്ച് വേദനിച്ച് ജീവിതം മെഴുകുതിരി പോലെ ഉരുകിത്തീരുന്ന എത്രയോ സഹോദരിമാരുള്ള നാടാണ് കേരളം. അവിടെയാണ് ജനിച്ചു വളർന്ന സിനിമാ നഗരത്തിൽ നിന്നും തലസ്ഥാന നഗരിയിൽ വന്ന് തമ്പടിച്ച് പാഞ്ചാലിയെ നാണിപ്പിക്കുന്ന വിധം 1/2 ഡസൻ സംബന്ധം കൂടിക്കഴിഞ്ഞത്. 6 എണ്ണം കഴിഞ്ഞു. അമൃത ചാനലിൽ കൂടെ വന്നിരുന്ന് കുട്ടിയെ കൊടുത്തവനെയും ഒരു നാൾ പുറത്താക്കി. അയാൾ ചെയ്ത തെറ്റിനൊക്കെ സമസ്ത അപരാധം പറഞ്ഞ് തിരികെ ആദ്യ ഭാര്യയുടെ അടുത്ത് ചേക്കേറി. നാണം ഉണ്ടോയെന്ന് ആലോചിക്ക്. ആ കുട്ടിക്ക് ഒക്കെ സന്തോഷമായി കാണും, ആ താടയെ കളഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നല്ലോ എന്ന്. ഇനി ചേട്ടൻ തെറ്റ് തിരുത്തി എന്നെ പൂർണ്ണമായി എൻ്റെ ചേട്ടനായി ജീവിക്കുമെന്നൊക്കെ പാവം ആ കുട്ടി ഒരു ഗ്രാമീണ പെൺകുട്ടിയായിട്ട് വിചാരിക്കും. ആ കുഞ്ഞിനും വലിയ സന്തോഷമായി കാണും. അച്ഛ എന്ന് വിളിക്കാനുള്ള ഒരുത്തനെ കിട്ടിയല്ലോ. പക്ഷേ യവൻ കാണിച്ചത് ചില്ലറയാണോ ആലോചിക്ക്. ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇവളെ സപ്പോർട്ട് കണ്ടുകൊണ്ട്, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ കഴിവുള്ള ഞാൻ പലതും പഠിപ്പിച്ചു കൊടുത്തത് നിൻ്റെ നായർക്ക്, അതുകൊണ്ട് അവൻ എന്നോട് കിടക്കൂടി, നിൻ്റെ കഴിവ് കേട്ടിട്ട് നീ എന്നെ എന്തിനടി പറഞ്ഞവളെ പറയണമെന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ചവളുടെ കൂടെ ഇവൻ സാരി പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകണമെന്ന് കാണാം. ഞാൻ ഈ അമ്മായിയുടെ പോകും എന്ന് പറഞ്ഞ് പോയത്. പക്ഷേ എന്തായാലും തിരിച്ചു തന്നു. കമൽ റോയ് തൃശ്ശൂരിൽ തന്നെ വേറൊരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമായി ജീവിക്കുമ്പോഴാണ് മരണത്തിന് കീഴടങ്ങിയത്. തുടക്കം കുറിച്ച നിർമ്മൽ അകാലത്തിൽ പോവുകയും ചെയ്തു. അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന നാടാണ് നമ്മുടെ കേരളം. നമ്മുടെ ചാനലിൻ്റെ മറുപടി കുറിക്കാനാവുന്നത് ഓപ്പൺ ആയിരുന്നെങ്കിൽ എന്തെല്ലാം മറുപടികൾ ഇപ്പോൾ ഏതെല്ലാം കിഴങ്ങന്മാർ വന്ന് അതിലെഴുതിയെന്നെ. നല്ല തടിമിടുക്കുള്ളതിനാൽ അവർ 6 കെട്ടി, അതിന് നിനക്കെന്താ ഛേദം? അവൾ കെട്ടി 6 പേർ പാതുവഴിയിൽ ആണെങ്കിൽ അവന്മാരുടെ അമ്മയ്ക്കല്ലേ ഛേദം? ഇനിയും കെട്ടു ഭഗവതി, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ എഴുതി മെഴുകിയേനെ. അതാണ് മലയാളിയുടെ ഒരു സ്വഭാവം. എൻ്റെ ഭാര്യ വേറെ തന്നെ നോക്കരുത്, വേറെ തന്നെ കിടക്കരുത്. ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ള എല്ലാവരെയും കാര്യങ്ങൾ നോക്കും, ഒളിഞ്ഞു നോക്കും, പറയും. അതാണ് മലയാളിയുടെ ഒരു സ്വഭാവം. ഇപ്പം തന്നെ ഇവളെ ന്യായീകരിച്ചുകൊണ്ടൊരു ഭവതി വന്നിട്ടുണ്ട്. ന്യായീകരണ തൊഴിലാളി. എനിക്കറിയാം കക്ഷി, ഒരു നടിയാണ്. ഇവളൊക്കെ ന്യായീകരിക്കുന്ന സംഭവം. അപ്പോൾ ഇവളൊക്കെ ആരായിരിക്കും നിങ്ങൾ ആലോചിക്കുക? ഫസ്റ്റ് കക്ഷിയായിരിക്കും. യൂട്യൂബർമാർ ഒരമ്മയെയും കലാകാരിയെയും തകർക്കുകയാണത്രേ. ഏത് ഈ 6 കെട്ടിയതിനെപ്പറ്റി പറഞ്ഞു കളഞ്ഞെന്ന്. അങ്ങനെ പറയരുത്. എവളുടെ തന്ത എത്ര കെട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ന്യായീകരിക്കാൻ വന്നില്ലേ?
ഇവളുടെ തന്ത എത്ര പേരെ കെട്ടിക്കാണോ, അമ്മ എത്ര പേരെ കെട്ടിക്കാണോ എന്നുള്ളതൊന്ന് അന്വേഷിക്കണം. അവരുടെ സ്വകാര്യതയെ മാനിക്കണം. അത്ര ആരാ ഈ അലവലാതിയുടെ 6 കുടുംബങ്ങളെ തകർക്കുന്നതിൽ ഈ ന്യായീകരണ മുതലിന് ഒരു കുണ്ഠിതവുമില്ല. സ്വന്തം മനോരോഗത്തിനനുസരിച്ച് ക്യാപ്ഷൻ ഇട്ട് എന്താ പറയുക, വിറ്റാലെ യൂട്യൂബർമാർക്ക് അരി മേടിക്കാൻ പറ്റുമെന്നും ഇത്തരം വാർത്തകൾ ആവശ്യത്തോടെ ക്ലിക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരുമാണ് യഥാർത്ഥ പ്രതികളെന്നും ഈ ന്യായീകരണ തൊഴിലാളി പറഞ്ഞു വയ്ക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നമ്മൾ എന്ന ബഹുവചനം വേണ്ട എന്നാണ് ഈ അലവലാതിയോട് എനിക്ക് പറയാനുള്ളത്. അത് എന്ന് സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി. അതിന് ബാക്കി എല്ലാവരും ചേർത്ത് നമ്മൾ എന്ന് പറയേണ്ട, എന്നെ പോലെയുള്ള എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കണ്ണീരല്ല, ഇതൊരമ്മയുടെയും കലാകാരിയുടെയും അതിജീവനത്തിൻ്റെ നിലവിളിയാണത്രേ. ഫസ്റ്റ് നിലവിളി. ഒരു കുഞ്ഞുള്ള, ഒരു കുടുംബിനിയായ, ഭാര്യയുള്ള ഒരുത്തനെ അടിച്ചു മാറ്റിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ അവനെയും കൊണ്ടിരുത്തിയിട്ട്, നിൻ്റെ കഴിവേട് കൊണ്ടല്ലേടി അവൻ എൻ്റെ അടുത്ത് വന്നത് എന്ന് പരിഹാസച്ചിരിയോടെ ചോദിച്ചവളെ, എനിക്കറിയാവുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ മുഖമായിരുന്നില്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്നും, നിസ്സഹായയായ തകർന്നു പോയ ഒരു സ്ത്രീയുടെ ഭയന്ന് വിറയ്ക്കുന്ന ഒരമ്മയുടെ മുഖമായിരുന്നു അത്ര ഇവൾ കണ്ടത്. ഏത് ഈ കള്ളക്കരച്ചിൽ കരഞ്ഞ് മുഖ്യമന്ത്രിക്ക് അയച്ചില്ല അതിൽ കണ്ടത്. അല്ലാതെ ഒരുത്തിരെ കുടുംബം തകർത്തിട്ട് നിനക്ക് കഴിവ് ഇല്ലാത്തതുകൊണ്ടല്ലേടി ഞാൻ അവനെ അടിച്ചുകൊണ്ട് പോയതെന്ന് ചോദിച്ചതിൽ തെറ്റില്ല എന്നാണ് ഇവൾ പറയണത്. സ്ത്രീ, അമ്മ എന്നൊക്കെ സെൻറ്റി വാക്കുകൾ അടിച്ചാലൊന്നും ഒരാളും സ്ത്രീയുമാവില്ല, അമ്മയുമാവില്ല, ആ മഹനീയമായ വാക്കുകളുടെ വ്യക്താവുമാവില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോട് അല്പം സിമ്പതി ഉണ്ടായിരുന്നെങ്കിൽ, ഈ പെൺപിള്ളയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ, വർഷാവർഷം കിട്ടുന്ന കലാപരിപാടിക്ക് ഒരു ഇടവേളയെങ്കിലും കൊടുക്കണമായിരുന്നു. അമ്മയെക്കുറിച്ച് നാട്ടുകാർ മുഴുവൻ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ആ കൗമാരക്കാരൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചിന്തിക്കണം എന്നാണ് ഈ നമ്മൾ പ്രയോഗിയോട് എനിക്ക് പറയാനുള്ളത്. ഈ ന്യായീകരണ തൊഴിലാളിയില്ലേ, അവളോട് എനിക്ക് പറയാനുള്ളതാണ്. സൈബർ ഗുണ്ടകൾ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച ഒരു സ്ത്രീയെ ഞാൻ ഇവറ്റകളെ സ്ത്രീ എന്ന മനോഹരമായ പദം ഉപയോഗിക്കില്ല. ഈ പെണ്ണുകെട്ടുകാരിയെ വീടിനുള്ളിൽ തളച്ചിടാൻ ശ്രമിക്കുകയാണത്രേ. എവളെ വീട്ടിലല്ല, ഊളംപാറയിൽ പൂട്ടിയിടണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് കാമഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരിക്കും. ആരാണ് സൈബർ ഗുണ്ടകൾക്ക് ഈ അധികാരം നൽകിയത് എന്നാണ് ഈ ന്യായീകരണ ഗുണ്ടയുടെ ചോദ്യം. എവളും പെണ്ണെന്നാണ് പറയുന്നത്. ആലോചിക്കുക, എവൾക്കും തന്തയും തള്ളയൊക്കെ ഉണ്ടാവില്ലേ? ഈ കരച്ചിൽ കൊണ്ടൊന്നും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പലിശ പോലും ആകില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പോലും സൈബർ ഗുണ്ടകൾ സമ്മതിക്കുന്നില്ല അത്രേ. എന്തിന് സെറ്റ് കയറി ക്യാമറയുടെ ഫ്രണ്ടിൽ കയറിയിരിക്കുമോ? അതാ മേക്കപ്പ് ഇടുമ്പോൾ പോയി മേക്കപ്പ് അഴിച്ചു കളയോ? ഇവരെ വച്ച് വർക്ക് ചെയ്ത ഒരു പരമ്പരയിലെങ്കിലും മര്യാദയ്ക്ക് തീർക്കാൻ ഈ സ്വയംവര മംഗല്യകാരി സമ്മതിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചോദിക്കാൻ പറയും. ഒരൊറ്റ സീരിയൽ, ഇവൾ അഭിനയിച്ച ഒരു സീരിയലിൽ മാനം മര്യാദയ്ക്ക് പോയി അഭിനയിച്ച് വൈകുന്നേരം പൈസയും വാങ്ങിച്ചുകൊണ്ട് ഒരു സീരിയലിൻ്റെ സെറ്റിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. സെറ്റുകളിൽ നായികയാകാൻ വരുന്ന പുതിയ പെൺകുട്ടികളോട് കുതിര കയറി വേണ്ടാത്ത പൂലുകളൊക്കെ സെറ്റിൽ കാണിച്ച് തലവേദന ഇല്ലാതെ ഒരിടത്തു നിന്നും ഈ അമ്മായി തള്ള ഒഴിവായിട്ടില്ല. അല്ലെങ്കിൽ ആ പരമ്പര അകാലത്തിൽ നിർത്തിയിട്ടുണ്ട്. ഈ വിവാഹ തട്ടിപ്പുകാരിയുമായി സഹകരിച്ച വലിയ വിജയമായ പരമ്പരകളുടെ നിർമ്മാതാക്കളും സംവിധായകരും കൂടെ അഭിനയിച്ച പലരും പറഞ്ഞ കഥകൾ മലയാളം ടെലിവിഷൻ ഫെഡറേറ്റയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരതിനെടുത്ത് മാറ്റിക്കളയുമെന്തോ ഫയലിനെ. എന്തെല്ലാം പരാതികൾ വന്നിട്ടുണ്ടെന്ന് പറയും. പ്രൊഡ്യൂസർമാരൊക്കെ വന്നിരുന്ന് പറയണ പരാതികൾ കേൾക്കണം ഈ അലവലാതിയെക്കുറിച്ച്. ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പരാതി പറഞ്ഞവരും പരാതി കേട്ടിരുന്നവരും പറയുമായിരിക്കും. എന്നാൽ നടന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ പറയുമ്പോൾ ഫോണും കോലും പിടിച്ച് നടക്കുന്ന യൂട്യൂബർ എന്ന് പറയുന്നവരെ ന്യായീകരിക്കുന്നു ദിനേശ് എന്ന് കരുതണ്ട. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവുന്ന കാലമാണിത്. ഇതിനപ്പുറവും ചെയ്യും ഇവന്മാർ. എന്നാൽ എത്രയോ നടീനടന്മാർ ഈ ഫീൽഡിൽ മാന്യമായി ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന ബോധവും എനിക്കുണ്ട്. അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഇവരെ പോലെയും ഭർത്താവ് ചത്തപ്പോൾ എന്താവാനും തയ്യാറായി ഇറങ്ങി ഗൾഫിൽ വ്യഭിചരിച്ച് കാശുണ്ടാക്കുന്ന കൂതറയുമൊക്കെ അവരുടെയൊക്കെ പിന്നാലെ മാത്രമാണ് ഈ വെട്ടുക്കിളികൾ പായുന്നത്. യൂട്യൂബർ എന്ന് പറഞ്ഞ വെട്ടുക്കിളികൾ പായുന്നത്. എന്തിനാണ് അവന്മാർ
ഇതിൻ്റെയൊക്കെ പുറകെ കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഈ കൂതറകളുടെ കഥകൾ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. ഇവരിൽ നിന്നും പലതും കിട്ടും. ഇവരുടെ വ്യഭിചാര കഥകൾ കേൾക്കാൻ ഇവിടെയുള്ള തേങ്ങന്മാർക്ക് ഇഷ്ടമാണ്. മലയാളിക്ക് അടിപൊളിയാണല്ലോ. ഗൾഫിൽ എന്തിനാണ് പോകുന്നത്, എന്ന് മടങ്ങും എന്നൊക്കെ ഇതിലൊരു കൂതറയോട് ചോദ്യം. അപ്പോൾ കൂതറ പറയാണ്, ഇങ്ങനെ മുടിയൊക്കെ ആക്കണം കാണാൻ. കഴിഞ്ഞ തവണ കൊണ്ടുപോയ മറ്റേ ചേട്ടൻ പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നു, അതിൻ്റെ ചർച്ചയ്ക്ക് പോവുകയാണ്. 20 ദിവസം നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര തിരക്കല്ലേ, 20 ദിവസം പാടില്ല, ഒരു 10 ദിവസം നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഏറിയാൽ 15 ദിവസം, ഒരു 10 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു, ഏറിയാൽ 15 ദിവസം ഞാൻ മടങ്ങും. അത്രയും ബുക്കിങ്ങേ അവിടെ ആയിട്ടുള്ളൂ, ബാക്കി കൂടിയായാൽ അവിടെ നിൽക്കുമെന്നാണ് സത്യത്തിൽ പറയേണ്ടത്. 15 ദിവസത്തേക്കുള്ള ബുക്കിംഗ് ആയെന്ന് ഏജൻറ്റ് പറഞ്ഞു. 16 മുതൽ 20 വരെയുള്ള ബുക്കിംഗ് ആയാൽ ഞാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങ് പോരും എന്നാണ് മനസ്സിൽ പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഈ വെട്ടുക്കിളി യൂട്യൂബർമാരോട് പറയുന്നത്, ഇവിടെ ഭയങ്കര തിരക്കല്ലേ, അതുകൊണ്ട് ഞാനിങ്ങ് പോരും എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് തിരക്ക്? ടൊവിനോ തോമസും ബേസിൽ ജോസഫും നവീൻ പോളിയൊക്കെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? നായിക വന്നാലല്ലേ അഭിനയം തുടങ്ങാൻ പറ്റുമെന്നുകൊണ്ട് കാത്തിരിക്കുന്നത് പോലെയാണ് പറയണേ. 10 പേർ കാണുന്ന ഒരു സീരിയലിലെങ്കിലും ഈ തിരുമോന്ത കാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സമ്മതിക്കാമായിരുന്നു. ഇല്ല, പറയാൻ അറയ്ക്കുന്ന പണിയാണ് ഗൾഫിൽ ചെയ്യുന്നത്. അതിനാലാണ് ഇവർ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നത്. 250 ദിർഹമാണ് ശമ്പളം. മാജിക് മൂമെൻറ്റ് എന്ന് പറയുന്ന വോഡ്ക, ഈ നാറ്റം വരാത്തൊരു മദ്യം ഉണ്ടല്ലോ വോഡ്ക, അതിൻ്റെ മാജിക് മൂമെൻറ്റ് എന്ന് പറഞ്ഞ മദ്യമേ ഇവർ കഴിക്കൂ. 3-4 ഗ്ലാസ് നിറയെ വെള്ളം തൊടാതെ കട അടിച്ച് കയറ്റും എന്നാണ് പറയുന്നത്. എന്നിട്ട് അങ്ങ് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്, ഭദ്രകാളി ഇറങ്ങും പോലെ. ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് വീട് പണയം വെച്ച് ജീവിതം കരിപ്പിടിപ്പിക്കാനായി മണലാരണ്യത്തിൽ പോയവന്മാരെ വടയക്ഷി ചോര കുടിക്കുന്നത് പോലെ ഊറ്റി ഇവൾ കാശുണ്ടാക്കുന്നു. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട്, നിനക്കെത്ര വയസ്സായി? 4. നിനക്കൊരു കാർ, 2 കടുവയ്ക്ക് തിന്നാനുള്ള ഒരു തിന്നിപ്പുണ്ട്. നിനക്കെത്ര ഇടം മോനെ? 18 അല്ലേ? നിനക്കൊരു കാർ. അപ്പോൾ വാതിലിൻ്റെ ഇടയിൽ നിന്ന് തന്ത എത്തി നോക്കും, അപ്പനൊരു കാറ്. കാരണം എല്ലാം പണി ഗൾഫിൽ ഇത് ചെയ്ത് കൊണ്ടുവരുന്ന കാശിരിക്കില്ലേ. യവനൊക്കെ കാറിൽ ഇങ്ങനെ കറങ്ങി നടക്കുമെന്നേ. ഞാനിതൊന്നും പറയുന്നത് കള്ളമല്ല കേട്ടോ, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അവളെ കൊണ്ടു നടക്കാൻ കുറേ കൂതറ ഫോൺ പിടിച്ച് നടക്കുന്നവന്മാരും. ഇവരെയൊന്നും ഒരക്ഷരം വിമർശിക്കരുത് എന്നാണ് ഈ ന്യായീകരണ തൊഴിലാളി ആ പെണ്ണുപിള്ള പറയണ ഒരു പെണ്ണ്. അവൾ നായികയല്ലെന്നാണ്, നായികയുടെയൊക്കെ പ്രായം കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന്. ജാത്യാൽ ഉള്ളത് തൂത്താൽ മാറില്ല എന്നാണ് പണ്ടുള്ളൊരു പറയാറ്. അത് മലയാളിയുടെ മാത്രം ഗുണമാണ്. ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല. അത് ഈ പറയുന്ന വെട്ടുകിളികൾ പോലെ നടക്കുന്ന യൂട്യൂബർമാരായാലും ശരി, ഗൾഫിൽ ചെന്ന് വ്യഭിചരിക്കുന്നവളായാലും ശരി, 6 മാസത്തിലേക്ക് പെണ്ണ് കെട്ടുന്നവരായാലും ശരി, അവരെയൊക്കെ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടാകും. അതാണ് ഈ നാടിൻ്റെ ശാപം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഖാവേ, വീഡിയോയിലല്ല എന്തിലും അവൾ കാണിച്ചു തരും കരഞ്ഞുകൊണ്ട്. അതിലൊന്നും കയറി വീണ് കളയരുത്. നാണക്കേടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. നിങ്ങൾക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാണക്കേടാണ്, കമ്മ്യൂണിസ്റ്റുകാരന് നാണക്കേടാണ് എവളുടെയൊക്കെ കേസിൽ കയറി പിടിച്ചാൽ. അല്ല, അതൊന്നുമല്ല, ഞാൻ സ്ത്രീ ശാക്തീകരണമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഈ അമ്മാവി നടിക്ക് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കും. സൈബർ സെല്ലുകാരെ കൊണ്ട് നിന്നെ അടക്കം പിടിച്ചകത്തിട്ടുള്ളതെന്നൊക്കെ പറയാനാണ് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമെങ്കിൽ നടക്കട്ടെ. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.